Hello everyone, welcome to our channel. Today we will deal with some useful phrases for your OET letter introduction. നമ്മുടെ OET ലെറ്റർ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം OET ലെറ്റർ അല്ലെങ്കിൽ OET റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ മെയിൻലി 3 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് അവർ നമുക്കൊരു എക്സാമിന് വേണ്ടി കിട്ടുന്നത്. ഫസ്റ്റ് വൺ ഡിസ്ചാർജ് ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ ആൻഡ് റെഫറൽ ലെറ്റർ. സോ ഈ 3 ടൈപ്പിലെ ലെറ്റേഴ്സാണ് കൂടുതലായിട്ടും നമുക്ക് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു പർപ്പസ് അല്ല, ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് 3 P's അല്ലേ, 3 P അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഫസ്റ്റ് P ഫോർ പേഷ്യൻറ്റ്, പേഷ്യൻ്റെ പേരെന്താണ് അല്ലേ, പേഷ്യൻറ്റ്. സെക്കൻഡ് P ഫോർ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് കേസ്, ഡയഗ്നോസിസ്. ആൻഡ് തേർഡ് P ഫോർ പർപ്പസ് ഓഫ് യുവർ ലെറ്റർ. എന്ത് പർപ്പസിനാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്, റീഡറിന് എഴുതുന്നത്. സോ ആ പർപ്പസിന് വേണ്ടി, ആ പർപ്പസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ വായിക്കുന്ന റീഡറിന് മനസ്സിലാവണം ഈ നേഴ്സ് എന്തിനാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് കെയർ ആണ് ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു പർപ്പസ് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രേസസ് ഒക്കെയും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മെയിൻലി യു പ്ലീസ് റിമെമ്പർ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു പോർഷൻ നിങ്ങളുടെ ലെറ്ററിൽ തന്നെ മെയിൻ സ്കോറിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ഒരാൾക്കാണ് നിങ്ങളുടെ ആ ലെറ്ററിനെ പറ്റിയുള്ള ഒരു ഗുഡ് ഇംപ്രഷനാണോ ഒരു ബാഡ് ഇംപ്രഷനാണോ എന്നുള്ള ഒരു ഇംപ്രസീവ് ഏരിയയും കൂടിയാണ്. സോ അതുകൊണ്ട് ലെറ്ററിലെ റൈറ്റിംഗ് ടാസ്കും അതുപോലെ തന്നെ ലെറ്ററിലെ തന്നിരിക്കുന്ന എല്ലാ നോട്ട്സും, പേഷ്യൻറ്റിനെ റിഗാർഡ് ചെയ്യുന്ന എല്ലാ നോട്ട്സും വായിച്ച് അതിൽ റെലവൻറ്റ് നോട്ട്സ്, സെമി റെലവൻറ്റ്, അതുപോലെ ഇറെലവൻറ്റ് ഇതൊക്കെയും കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പർപ്പസിൽ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്ന പർപ്പസ് എന്താണെന്ന് വെരി ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രേസസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ വിറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫ്രേസസ്. ഫസ്റ്റ് വൺ, ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ദിസ് മീൻസ് നമുക്കറിയാം നമ്മുടെ പേഷ്യൻറ്റിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു വേറെ സ്ഥലത്തേക്ക് റെഫറൽ വിടുകയാണ്. സോ ഇങ്ങനെയുള്ളപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ പ്യുവർലി ക്യൂർ ആയിട്ടില്ല, അദ്ദേഹത്തിന് ഇനിയും കെയർ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് ഇനിയും മെഡിസിനോ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെയും ആവശ്യമുണ്ട് എന്നുള്ളൊരു പേഷ്യൻറ്റിനെ നമ്മൾ വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെ റെഫറൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു പർപ്പസ് ക്ലാരിറ്റിയാണ് ഫോർ കണ്ടിന്യൂയിങ്, ഐ ആം റെഫറിങ് ദിസ് പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്, എന്തിനു വേണ്ടിയാണ് ഞാൻ വിടുന്നത്. ഓക്കെ, ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, ഫോർ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് അസിസ്റ്റൻസ്. ഈ 2 ഫ്രേസസും തമ്മിൽ മീനിങ് വൈസ് കുറച്ച് സിമിലർ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഒരെണ്ണം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യാം, മറ്റൊരു സെക്കൻഡ് നമ്മുടെ ഫ്രേസ് എന്ന് പറയുന്ന ഒരു പാരാഫ്രൈസ് ആയിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പാരഗ്രാഫിലും യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടിനും ഒരേ മീനിങ് ആണ്. ബട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷനിൽ എഴുതുന്ന അതേ ഫ്രൈസ് തന്നെ ഒരിക്കലും റിക്വസ്റ്റ് പാരഗ്രാഫിൽ എഴുതരുത്. നിങ്ങൾ കുറച്ചുകൂടെ വേറെ ഒരു പാരാഫ്രൈസിങ് കൊടുത്തെഴുതുവാണെങ്കിൽ നിങ്ങളുടെ ലെറ്റർ ഒന്നുകൂടെ ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, തേർഡ് പോയിന്റ് ഈസ് ഫോർ ഓൺഗോയിങ് മോണിറ്ററിങ് ആൻഡ് കെയർ. സോ ആർക്കാണ് ഓൺഗോയിങ് മോണിറ്ററിങ് വേണ്ടത്? ഇനിയും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനൊക്കെ വരാവുന്ന പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ തോന്നുന്ന ഒരു പേഷ്യൻ്റെയാണ് നമ്മളൊരിടത്തേക്ക് വിടുമ്പോൾ നമ്മൾ ആ ഒരു കോംപ്ലിക്കേഷനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ലെറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണല്ലേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബോഡി പാരഗ്രാഫിലൊക്കെ നമ്മൾ എഴുതുന്നത്. സോ നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത് ഫോർ ഓൺഗോയിങ് മോണിറ്ററിങ് ആൻഡ് കെയർ. സോ ഓൺഗോയിങ് മോണിറ്ററിങ് ആൻഡ് കെയർ എന്നുള്ളത് നമ്മുടെ റീഡർ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും, ഈ പേഷ്യൻറ്റിന് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമുള്ളൊരു പേഷ്യൻ്റാണ്, ആ മോണിറ്ററിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കംപ്ലീറ്റ് കെയറും ആവശ്യമുണ്ട് എന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് വൺ, ഫോർ ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട് അല്ലേ. ഓൺഗോയിങ് കെയർ, മോണിറ്ററിങ് ആൻഡ് കെയർ ഉണ്ട്, അതുപോലെ തന്നെ ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, റിക്വസ്റ്റ് ഫർദർ എക്സാമിനേഷൻ ആൻഡ് അഡ്വൈസ്. റിക്വസ്റ്റ് ഫർദർ എക്സാമിനേഷൻ ആൻഡ് അഡ്വൈസ്, അതായത് നമ്മൾ ഈ പേഷ്യൻറ്റിനെ വേറൊരു കെയർ ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. സോ അവിടെ നമ്മൾ പറയുകയാണ്
അദ്ദേഹത്തിന് ഇനിയും ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷനോ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ ആവശ്യമുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദാറ്റ് അതിനനുസരിച്ചുള്ള അഡ്വൈസും കൊടുക്കണം. ഈ ഒരു പർപ്പസിനാണ് ഞാൻ എൻ്റെ പേഷ്യന് വേണ്ടി ലെറ്റർ എഴുതുന്നത് എന്നാണ് നിങ്ങൾ പർപ്പസിനെ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്നത്. റിക്വയർസ് ഫർദർ എക്സാമിനേഷൻ ആൻഡ് അഡ്വൈസ്. ആൻഡ് നെക്സ്റ്റ് 6th point is needs assistance and care. Needs assistance and care. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഒരു സിമിലർ മീനിങ്ങിൽ വരുന്നതാണ്, പക്ഷേ നമ്മുടെ ഫ്രേസിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഫ്രേസസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെയും കുറച്ചധികമെങ്കിലും സിമിലർ മീനിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം നമ്മൾ ഇൻട്രൊഡക്ഷനിലും അതുപോലെ നിങ്ങളുടെ റിക്വസ്റ്റിലും ഒക്കെ മാറി മാറി ഫ്രേസസ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. നീഡ്സ് അസിസ്റ്റൻസ് ആൻഡ് കെയർ. Next, 7th point is for further examination owing to her multiple health issues. Once again, for further examination owing to her multiple health issues. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേഷ്യൻറ്റിനെ നമ്മുടെ ഈ ഒരു കെയറിൽ നിന്നും വേറൊരു കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റെഫറൽ വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഏതോ ഒരു എക്സാമിനേഷനോ ഒരു ഇവാലുവേഷനോ ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ? ആ ഒരു ഫർദർ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫർദർ ഇവാലുവേഷൻ ഓർ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വിടുകയാണ്. എന്തുകൊണ്ടാണ്? ഓവിങ് ടു ഹെയർ മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ് എന്നുള്ള കാര്യം നമ്മുടെ ബോഡി പാരഗ്രാഫിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ കൊടുക്കണം, അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് വേണ്ടി ഈ ലെറ്റർ എഴുതുന്നത്. Clear? Okay. The next is 8th point, needs advice and assistance. ഇപ്പോൾ ഈ ഒരു ഫ്രേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രഗ്നൻറ്റ് മദറോ അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പ്രഗ്നൻറ്റ് മദറിന് അഡ്വൈസ് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ വിടുന്നത്, അല്ലേ? അത് നിങ്ങളുടെ ലെറ്റർ നോട്ട്സ് വായിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രേസ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ലെറ്ററിൽ എഴുതുക. ഓക്കെ, നീഡ്സ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻസ്. 9th point is for follow up care and management. ഫോളോ അപ്പ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ആർക്കാണ് ഫോളോ അപ്പ് കെയർ വേണ്ടത്? നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വിടുകയാണോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിടുകയാണെങ്കിൽ പേഷ്യൻ്റ് പേഷ്യൻ്റ് ക്യൂർ ആയിട്ടില്ല, അല്ലേ? അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ഇനിയും കെയർ ആവശ്യമുണ്ട്. അതുപോലെ ഫോളോ അപ്പ് കെയർ എന്ന് പറയുന്നത് നഴ്സിംഗ് കെയർ ആണ്. കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ, എന്തെങ്കിലും മെഡിസിനോ അങ്ങനെ മെഡിക്കൽ കെയർ ആവശ്യമുണ്ട്. സോ അതാണ് നമ്മളിവിടെ വിസിബിൾ ചെയ്യുന്നത്, ഫോർ ഫോളോ അപ്പ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, 10th point is for rehabilitative care and management. So ആർക്കാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത്? ഇപ്പോഴുള്ള ഒരു രോഗാവസ്ഥയിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അദ്ദേഹത്തിന് ആ ഒരു നോർമൽ ഒരു ലിവിങ് സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? സോ അതിനാണ് റീഹാബിലിറ്റേറ്റീവ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞാലും ഒരു മെഡിക്കൽ കെയർ ആവാം. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ ഒരു മൊബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഏബിൾ ടു മൂവ്, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൊബിലിറ്റി, ഒരു റേഞ്ച് ഓഫ് മോഷനൊക്കെ പ്രോബ്ലം ഉള്ള ആളായിരിക്കാം. സോ അദ്ദേഹത്തിനൊക്കെ ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ഒരു ഒക്കുപേഷണൽ റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കാം. സോ അന്നേരമാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റുക, ഫോർ റീഹാബിലിറ്റേറ്റീവ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. The last point is for palliative care and support. നമുക്ക് എല്ലാവർക്കും അറിയാം പാലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ മീൻസ് നമുക്കവിടെ ഒരു പ്യുവർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇനിയില്ല, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ രോഗം പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട പാലിയേഷൻ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആണെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇപ്പോൾ എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഉണ്ടോ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഓപ്ഷൻസേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ടുള്ള പ്യുവർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇനി ആ പേഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടത്. അതുപോലെ സപ്പോർട്ട്, ഫോർ പാലിയേറ്റീവ് കെയർ ആൻഡ് സപ്പോർട്ട് ടു ദ പേഷ്യൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ ഫാമിലി എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ പാലിയേറ്റീവ് കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് എഴുതുക. So today we discuss some phrases for your OET letter introduction. Okay, I hope this video useful for you.
And thank you so much for watching my video, and see you in another video session.